നവാസിൻ്റെ ഭൗതിക ശരീരം നാളെ വൈകിട്ട് 4 മണി മുതൽ 5:30 വരെ ആലുവ ടൗൺ ജുമാ മസ്ജിദ് ഉണ്ട്, അവിടെ പൊതുദർശനം. അതിനുശേഷം അവിടെ തന്നെ മറവ് ചെയ്യും, ആ പള്ളിയിൽ തന്നെ മറവ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ നിങ്ങൾക്കറിയാം, ഇവിടെ രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കും. 9:10 മണിയാകുമ്പോഴേക്കും അവർ ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറാക്കി കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു സമയം. അതിനുശേഷമാണ് പിന്നെ വീട്ടുകാരുള്ള ആൾക്കാർക്ക് വരാനോ കാണാനോ ഉള്ള സൗകര്യങ്ങളുടെ കുറവുമുണ്ട്. അവരുടെ കുടുംബത്തിന് സമയം നമ്മൾ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. 4-ന് ടൗൺ ജുമാ മസ്ജിദ്, 5:30 വരെ. കുടുംബക്കാർ മാത്രം അവിടെ ചെല്ലാം, ബാക്കി എല്ലാവരും പൊതുദർശനം, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഈ ടൗൺ ജുമാ മസ്ജിദിൻ്റെ വരാം. ഞങ്ങളിപ്പം അത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിട്ട് കേട്ടതാണ്. കഴിഞ്ഞ ചോറ്റാനിക്കര നേരം വരെ ഞങ്ങളെല്ലാവരും അതിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊരു ഔദ്യോഗിക അറിയിപ്പായിട്ട് എടുക്കുക. ദേശീയ അവാർഡിൽ വിജയരാഘവേട്ടനും ഉർവശിക്ക് അവാർഡിനെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം നിൽക്കുന്ന സമയത്താണ് ആ സന്തോഷം മുഴുവൻ കെടുത്തിയിട്ട് ഈ സങ്കട വാർത്ത കേൾക്കുന്നത്. പിന്നെ ടി വി കാണാൻ തന്നെ തോന്നാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണ് വൈഫും മക്കളൊക്കെ സഹിക്കുക, പഠിക്കുക എന്നറിയില്ല. അതെ, ഇന്നിപ്പോൾ ഈ
മോർച്ചറിയിൽ രാത്രി കിടക്കേണ്ടി വരും, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു വിഷമമാണ്. അത് ഭയങ്കര സങ്കടമായിപ്പോയി. ഉറങ്ങണ പോലെയാണ് ആളുള്ളത്. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു, നവാസ്ക എന്ന് വിളിച്ചു, ചിലപ്പം കണ്ണുറപ്പെങ്കിലും. അപ്പോഴേക്കാണ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കിടക്കുന്നത്. എന്ത് പറയാം, ഒരുമിച്ച് അല്ല ഒരുമിച്ച് ഈ ഇതിലിപ്പോൾ ഞങ്ങളുടെ അസീസാണ് കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ നടന്ന അസീസും നവാസും ആയിരുന്നു ഈ സിനിമയിൽ ഒരാഴ്ചയായിട്ട് ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ്റാനിക്കര. ഇന്നിപ്പം വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കാണ് കഴിഞ്ഞത്. ഭയങ്കര നഷ്ടമാണ്. കാരണം നവാസ്ക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നവാസ്കയെ പറ്റി ഒരു നെഗറ്റീവ് പറയാനുണ്ടാവില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു കലാകാരൻ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നിമിഷം വരെ ഒരു 70-75ഓളം കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യമാണോ വിനോദേട്ടാന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാനും വിശ്വസിക്കാൻ, എന്നെ 2-3 പേര് വിളിച്ചപ്പം ഞാനും ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത്. ഉടനെ ഇങ്ങോട്ട് പാഞ്ഞു വരുമായിരുന്നു. കാരണം കഴിഞ്ഞ അമ്മ അസോസിയേഷൻ്റെ ഫാമിലി മീറ്റിലൊക്കെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ട് പോയാണ്. ഞാനൊക്കെ അന്ന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു. നമ്മുടെ അമ്മയുടെ ഫംഗ്ഷൻ കലാഭവനിലെ ഒരു മിമിക്സ് വർക്ക്ഷോപ്പ് വന്നപ്പോൾ പുള്ളി വന്നു 5-ാം തീയതി. അന്ന് വന്ന് കുറേ കഥകൾ പറഞ്ഞു. കലാഭവനിൽ വന്നപ്പോഴുള്ള കഥ, ഞാൻ ഇങ്ങനെ പുള്ളി പരിചയപ്പെടുത്തിയ കഥ, ബലച്ചനെ പരിചയപ്പെടുത്തിയ കഥ എല്ലാം അന്ന് കുറേ നാൾ കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ വിട്ടുപോകുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സഹിക്കാൻ പറ്റുന്നില്ല. രഹനയുടെ കാര്യവും പിള്ളേരും 3 കുട്ടികളൊക്കെ ഉള്ളതല്ല. എങ്ങനെ അവളത് താങ്ങുമെന്ന് മാത്രമേ ഇപ്പോൾ വിഷമം. കൂടുതലൊന്നും പറയാനില്ല.
അത്